പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. മെയ് മാസ വണക്കം 20-ാം ദിനം. യേശുവിനെ 12-ാമത്തെ വയസ്സിൽ കാണാതെ പോയി 3-ാം ദിവസം കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തിരുക്കുടുംബം എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവാരാധന നിർവഹിച്ചിരുന്നു. പ്രായപൂർത്തിയായ പുരുഷന്മാർ വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ദൈവാലയത്തിൽ പോകണമെന്ന് നിയമം അനുശാസിച്ചിരുന്നു. എന്നാൽ വിദൂര സ്ഥലമായ നസ്രസിലും മറ്റുമുള്ളവരെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും. തിരുക്കുടുംബം വർഷത്തിലൊരിക്കലെങ്കിലും ജെറുസലേം സന്ദർശിച്ചിരുന്നു എന്ന് അനുമാനിക്കാം. യേശുവിന്റെ 12-ാമത്തെ വയസ്സിൽ തിരുക്കുടുംബം പതിവ് പോലെ ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നിർവഹിച്ചു. ദൈവാരാധനയിൽ തിരുക്കുടുംബത്തിനുണ്ടായിരുന്ന തീക്ഷ്ണത ഇത് വ്യക്തമാക്കുന്നു. പരിശുദ്ധ കന്യകയുടെ ആരാധന ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നൽകുന്നു. വിശുദ്ധ യൗസേപ്പ് നീതിമാനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ദൈവത്തിന് സംപ്രീതിജനകമാണ്. ദൈവാരാധനയ്ക്കായി യേശുവിനെ ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല. അവിടുന്ന് ദൈവമെന്നുള്ള നിലയിൽ പിതാവിന് തുല്യനാണ്. എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ അവിടുന്ന് ദൈവാരാധനയിൽ നമുക്ക് മാതൃക നൽകുന്നതിനായി ദൈവാലയത്തിൽ പോയി ആരാധിക്കുന്നു. സ്നേഹവും സ്നേഹപൂർണമായ ആരാധനയുമായിരുന്നു അവിടുത്തെ മനോഭാവം. നാം ദൈവാരാധനയിൽ എത്ര വിശ്വസ്തത പുലർത്തുന്നു എന്ന് പരിശോധിക്കണം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ്. പക്ഷേ നാം അത് പലപ്പോഴും വിസ്മരിച്ച് ലൗകികമായ സുഖഭോഗങ്ങളിൽ ആമഗ്നരാകുന്നു. നിയമാനുഷ്ഠാനത്തിലും യേശു നമുക്ക് മാതൃക നൽകുകയാണ് ഇവിടെ. യേശു ദേവാലയത്തിൽ നിന്നും മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു പോന്നില്ല. വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകയും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വസ്തുത മനസ്സിലാക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും വിഭിന്ന മാർഗങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിന്നും പിരിഞ്ഞു പോവുക. തന്നിമിത്തമത്രേ അക്കാര്യം നേരത്തെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത്. ഉണ്ണിമിശിഹായെ കാണാതിരുന്നതിനാൽ ജോസഫും മേരിയും ദുഃഖത്തോടെ യേശുവിനെ അന്വേഷിച്ചു. വഴിയാത്രക്കാരോടും മിത്രങ്ങളോടും അവർ തിരക്കി. പക്ഷേ ഫലമുണ്ടായില്ല. 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് നിയമജ്ഞരുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്നതായി കണ്ടെത്തി. അത്ഭുതവും ഖേദവും കലർന്ന സ്വരത്തിൽ മേരി യേശുവിനോട് ചോദിച്ചു, മകനെ, നീ എന്തുകൊണ്ടാണ് ഇപ്രകാരം ചെയ്തത്? നിന്റെ പിതാവും ഞാനും ദുഃഖത്തോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നുവല്ലോ. അപ്പോൾ ഉണ്ണിമിശിഹ നൽകിയ പ്രത്യുത്തരം അവരെ കൂടുതൽ അത്ഭുത പരതന്ത്രരാക്കി. നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്തിന്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? യേശു ജോസഫിന്റെയും മേരിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്രകാരം പ്രവർത്തിച്ചത് രണ്ടുപേർക്കും വളരെ വലിയ ദുഃഖത്തിന് കാരണമായി. പരിശുദ്ധ കന്യകയ്ക്ക് മറ്റെല്ലാ വ്യാകുലതകളിലും ഉഗ്രമായ വേദന അനുഭവപ്പെട്ടു. പാപികൾക്ക് യേശുവിനെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മനോവേദന പരിശുദ്ധ കന്യകയ്ക്കും അനുഭവവേദ്യമായി. അവൾ ജന്മപാപത്തിന്റെയും കർമ്മപാപത്തിന്റെയും യാതൊരു മാലിന്യവുമേശാത്ത നിർമ്മല കുസുമമത്രേ. പിന്നെ എന്തുകൊണ്ട് യേശു അതനുവദിച്ചു? പാപികളോട് സഹതാപാർദ്രമായ ഒരു ഹൃദയം പരിശുദ്ധ കന്യകയ്ക്ക് ഉണ്ടാകുന്നതിനായിരിക്കാം. പാപികൾ യേശുവിനെ കണ്ടെത്തുന്നതും മറിയത്തിലൂടെയത്രേ. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യനിർവഹണത്തിന് മാതാപിതാക്കന്മാരോടും ബന്ധുമിത്രാദികളോടുമുള്ള സ്നേഹം പ്രതിബന്ധമാകരുത് എന്നുള്ള വസ്തുതയും നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കേരളത്തിൽ നടന്ന ഒരു സംഭവം പറയാം. ഒരിക്കൽ കേരളത്തിലെ സെൻട്രൽ ജയിലിൽ ഒരു കത്തോലിക്കൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കിടന്നിരുന്നു. അയാളുടെ വധശിക്ഷ നിർവഹിക്കുന്നതിന് 2 ദിവസം മുൻപ് ഒരു വൈദികൻ ജയിലിൽ ചെന്ന് അയാളെ സന്ദർശിച്ച് അയാളോട് പാപസങ്കീർത്തനം നിർവഹിച്ച് മരണത്തിനൊരുങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇത്രയും നാളും കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്രകാരമുള്ള അന്ധവിശ്വാസം ഉപേക്ഷിക്കാത്ത പക്ഷം 10 കൊല്ലത്തിനകം കേരളത്തിൽ കത്തോലിക്ക സഭ ഉണ്ടായിരിക്കുകയില്ല. ദൈവവും മനുഷ്യാത്മാവും ഒന്നുമില്ല. ഞാനതിൽ വിശ്വസിക്കുമെന്ന് കരുതേണ്ട. ഭഗ്നാശനായ വൈദികൻ തിരിച്ചു പോകുന്നതിന് മുൻപ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇത് കഴുത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരീയം അദ്ദേഹത്തിന് കൊടുത്തു. കൂടാതെ അദ്ദേഹത്തോടുകൂടി ഒരു എത്രയും ദയുള്ള മാതാവേ എന്ന ജപവും ചൊല്ലണമെന്ന് ആവശ്യപ്പെട്ടു. അയാൾ അത് നിർവഹിച്ചു. സന്ധ്യയായപ്പോൾ അയാളിൽ അത്ഭുതകരമായ പരിവർത്തനം ഉളവായി. അടുത്ത ദിവസം പാപസങ്കീർത്തനം നിർവഹിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയാൾ തന്നെ വൈദികനെ വരുത്തി പാപസങ്കീർത്തനം നിർവഹിച്ചു. അത്ഭുതാവഹമായ പരിവർത്തനമുളവായി. വളരെ സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി മരണത്തെ അയാൾ അഭിമുഖീകരിച്ചു.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാതാവേ, അങ്ങേ ദിവ്യകുമാരൻ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ചു കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചുവല്ലോ. പ്രിയ മാതാവേ, അങ്ങേ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിൽ ഉൾപ്പെട്ട് യേശുവിനെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് പരിഹാരമനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത്. ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുതപിക്കുന്നു. മേലിൽ പാപം ചെയ്ത് യേശുവിനെ ഉപേക്ഷിക്കാതിരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ.